ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടു എന്ന അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരണമെന്നും പാർലമെന്റ് സമ്മേളനം ഇടിക്കണമെന്നും ആവശ്യമുയരുന്നു. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർ എവിടെയെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നു. കശ്മീർ വിഷയത്തിൽ മറ്റൊരു മൂന്നാം കക്ഷി ഇടപെടുക എന്ന് പറയുന്നത് സിംല കരാറിൻ്റെ ലംഘനമാണ്. അതുണ്ടോ ഇല്ലയോ ഗവൺമെൻറ് ക്ലിയറായിട്ട് ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉത്തരം ആവശ്യമുണ്ട്. അതുപോലെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്താണ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ കണ്ടീഷൻസ്? പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? ഇനി നമ്മുടെ പാവപ്പെട്ട 26 പേരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾ അവരിപ്പോഴും പിടികിട്ടപ്പെട്ടിട്ടില്ല. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അവിടെയും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പരമോന്നതമായിട്ടുള്ള ജനസഭയായിട്ടുള്ള പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി പാർലമെൻറ്റിൽ ഗവൺമെൻറ് പറയണം എന്താണ് സംഭവിച്ചത്. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയം ജനങ്ങളിലെത്തിക്കാനുള്ള BJPയുടെ തിരങ്ക യാത്ര ഇന്ന് ആരംഭിക്കും. വെടിനിർത്തലിന് ശേഷം അതിർത്തി മേഖലയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന ആശ്വാസകരമായ വാർത്തയും ഈ മണിക്കൂറിൽ വരികയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും അതുപോലെ സാംബയിൽ നിന്ന് ജമ്മുവിലെ സാംബയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ചേരും. സ്കൂളുകളൊക്കെ അവിടെ തുറന്നു, ജനജീവിതം സാധാരണ നിലയിലേക്കാകുന്നു എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് ആദ്യം B ദിലീപ് കുമാറിലേക്ക് പോകാം. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ദിലീപ്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ കാര്യത്തിലെ അപ്ഡേറ്റ്സ്? കാരണം ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനം ഗൾഫിൽ ആരംഭിക്കുന്നു, അദ്ദേഹം റിയാദിലെത്തുന്നു. ഇപ്പോഴും അദ്ദേഹം അവകാശവാദം തുടരുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഇപ്പോൾ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ സംഘർഷം രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ രാജ്യവും രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാൻ്റെ ഭീകര അവരെ സഹായിക്കുന്നതും ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നടപടികൾക്കെതിരായിട്ട് ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ ഇപ്പോൾ വെടിനിർത്തലിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളിലേക്കാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇതിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഈ വെടിനിർത്തലിന് പിന്നിലുണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നു ട്രംപിൻ്റെ നേട്ടമാണ് ഈ വെടിനിർത്തൽ എന്നത്. താൻ രണ്ടു രാജ്യങ്ങളുമായും സംസാരിക്കുകയും രണ്ടു രാജ്യങ്ങളോടും ഉള്ള കച്ചവടം താൻ അവസാനിപ്പിക്കും എന്ന കാര്യം, വ്യാപാര ബന്ധം അവസാനിപ്പിക്കും എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചതോടുകൂടിയാണ് വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായതെന്നാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അത് നേരത്തെ തന്നെ, അതായത് വെടിനിർത്തൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനും അരമണിക്കൂർ മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപാണ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന മീഡിയയിൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിരുന്നത്, പുറത്തുവിട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു എന്ന കാര്യം. അത് കേന്ദ്ര സർക്കാരിന് വലിയ നീരസമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അതിനുശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്, വിക്രം മിശ്രയുടെ പ്രസ്താവന, ഈ കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മമായുള്ള വാക്കുകളാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചത്. അതിൽ ഇത്തരമൊരു മൂന്നാം ഇടപെടലിനെ കുറിച്ച് പറയുന്നുമില്ല. പകരം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും DGMOമാർ സംസാരിച്ചു. പാകിസ്ഥാൻ്റെ DGMOയുടെ ഭാഗത്തു നിന്നാണ് വെടിനിർത്തൽ നടപ്പാക്കണമെന്ന അപേക്ഷ ഇന്ത്യയുടെ മുന്നിൽ വെച്ചത്. അതനുസരിച്ചാണ് വെടിനിർത്തലിന് തയ്യാറായത് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി അറിയിക്കണം എന്ന കാര്യം പറയുന്നത്. 1972 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അന്ന് ഷിംല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ ഷിംല കരാറിൽ പറഞ്ഞിരുന്നത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ അനുവദിക്കുന്നില്ല. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിലൂടെ വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്നാണ്. അങ്ങനെയുള്ള സിംല കരാറിൻ്റെ ലംഘനമുണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അതേസമയം പ്രതിപക്ഷ നിരയിൽ തന്നെ ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് NCP നേതാവ് ശരത് പവാർ, അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളിലൊന്നും ഇത്തരത്തിലൊരു വ്യത്യസ്ത അഭിപ്രായത്തിൻ്റെ സമയമല്ല ഇത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന സന്ദേശമാണ് നൽകേണ്ടത്, അല്ലാതെ പാർലമെൻറ്റ് സമ്മേളനം പോലുള്ളവ വിളിച്ചു നിർത്തി പറയേണ്ട ഒരു കാര്യങ്ങളല്ല ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് എന്ന നിലപാടാണ് ശരത് പവാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ നിരയിലും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കോൺഗ്രസ്
കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് പറയണമെന്ന നിലപാട് ആവർത്തിക്കുന്നു. ഇന്ന് വൈകിട്ട് 3:30 കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താ സമ്മേളനം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, പാകിസ്ഥാനിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നതിന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. SK കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.